നമ്മളിപ്പം വാരണാസിയിൽ നിന്ന് ഒരു 10-16 കിലോമീറ്റർ ദൂരെയുള്ള ബനാറസ് യൂണിവേഴ്സിറ്റി കാണാൻ പോവുകയാണ്. അതിനിടയ്ക്ക് 2-3 അമ്പലങ്ങളുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓട്ടോറിക്ഷയാണ് കൂടുതൽ കിട്ടാനുള്ളത്. കറണ്ടിൻ്റെ ഓട്ടോയുണ്ട്, അതുപോലെ അല്ലാത്ത സാധാ ഓട്ടോയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഷെയർ ചെയ്തിരുന്ന് പോവുക. അതെ, ഒരാൾക്ക് 350-400 രൂപയൊക്കെ ഇവർ പറയും. നമ്മൾ ബാർഗൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമുക്ക് 300 രൂപയാണ് നമുക്ക് പിന്നെ ഒരാൾക്ക് വരുന്നത്. ഇവിടെ ടാക്സി എന്ന് പറയുന്നത് ഈ ഓട്ടോ തന്നെയാണ്, അല്ലാതെ കാറൊന്നും ഇവിടെ കാണാനില്ല. കാരണം ഈ ഒരു വാരണാസി ഇതിന് അകത്ത്, അതായത് ഈ ടൗണിൻ്റെ അകത്ത് മുഴുവൻ കറണ്ടിൻ്റെ വണ്ടി, ഇങ്ങനത്തെ ചെറിയ വണ്ടികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് പുറത്താണ് ടാക്സിയൊക്കെ ലഭിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഓട്ടോ വിളിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര ദൂരം നടക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നടന്നിട്ടോ എങ്ങനെയെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയിട്ട് ടാക്സി കിട്ടുന്നിടത്ത് വരെ ഓട്ടോയ്ക്ക് പോവുക. അത് കഴിഞ്ഞ് അവിടുന്ന് ടാക്സി പിടിച്ച് പോകേണ്ടി വരും. പക്ഷെ അതിലും നല്ലത് വാരണാസിയിൽ നിന്ന് തന്നെ ഓട്ടോയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഇവർ പറയുവാണേ ബനാറസ് നല്ല ഇതുപോലെ നല്ല അടിപൊളിയാക്കിയത് മോദി വന്ന ശേഷമാണെന്ന് നമ്മൾ കയറിയ ഓട്ടോ ഡ്രൈവർ പറയുകയാണ്. 10 വർഷം മുന്നേ ഉള്ള കാശിയും ഇപ്പോഴത്തെ കാശി ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇനിയും കാശി മാറാനുണ്ട്. കാരണം നമ്മളെ ഒരു സ്ഥലത്ത്, അതായത് കേരളത്തിൽ എവിടെ പോയാലും ഇത്രയും ഒരു എന്താ പറയുക, സ്ട്രീറ്റുകൾ ഇത്ര മോശമായിട്ടുണ്ടാവില്ല. കാരണം ഇവിടെയൊക്കെ ഓരോ സ്ട്രീറ്റുകളിൽ നമുക്ക് നടക്കാനും കൂടി പറ്റില്ല, അത്രയും മോശമുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഇനി ക്ലീൻ ആവാനുണ്ട്. അത് നമുക്ക് പ്രധാനമന്ത്രിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. ഹായ് കാണിക്കടാ. നമ്മളിപ്പോൾ ഏതോ ഒരു അമ്പലത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ മൊബൈലൊന്നും അലൗഡ് അല്ല, മൊബൈലൊക്കെ ഇവിടെ വെക്കണം. നമ്മളിപ്പോൾ ഹനുമാൻ്റെ അമ്പലത്തിലാണ് പോയത്. അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോണൊന്നും എടുത്ത് പോയില്ല. അടുത്ത നമ്മൾ ബനാറസ് യൂണിവേഴ്സിറ്റി കാണാനാണ് പോകുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മൾ ബനാറസ് യൂണിവേഴ്സിറ്റി പറഞ്ഞപ്പോൾ അവർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് എടുത്തു പറഞ്ഞു. അതിൻ്റെ പേരെങ്ങനെയാണ്? യൂണിവേഴ്സിറ്റിൻ്റെ 20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ്. 20 കിലോമീറ്റർ ഉണ്ട് ഈ ബനാറസ് യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പം ഈ കാണുന്നതൊക്കെ തന്നെ നമ്മളിങ്ങനെ വണ്ടിയിൽ പോയി കാണുന്ന തന്നെയായിരിക്കും ഉണ്ടാവുക. ITI, ഓക്കെ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് സംഭവം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇലയില്ലാണ്ട് പൂ മാത്രം, എന്താ ഭംഗി. എന്നത് പൊരി എല്ലാ സാധനമുള്ള ചാട്ട്. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോണേ. എന്നാൽ അന്തർജാവോ അല്ലേ? അമ്മേ ഇപ്പം തന്നെ വീണോ ഞാൻ. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള വിശ്വനാഥ ടെമ്പിൾ. വിശ്വനാഥ ടെമ്പിൾ.
ഏതോ ഒരമ്പലത്തിൽ വന്നു. ശിവായ ഹര ഹര ശങ്കർ. ധാരാ ഹനുമാനോ? ഭയങ്കര സാധനം തൂക്കിയിടുന്നല്ലേ. ദുർഗാ ഭഗവതി. അതെ, ചക്കയുണ്ട് ഇവിടെ. ആ, നിറച്ച് ചക്ക. First 5 dishes was named the Cornil, Bappa, Bhadia, Asujit and Manama. So as the memory of Lord the King Ashoka built that stupa in 249 BC. 249 BC. But this is a total solid structure. No. അതായത് ആ ഇതിലുള്ള 3 ഫോട്ടോ ഇല്ലേ, അതിൽ ഫസ്റ്റത്തത് മറ്റേ നേപ്പാളിൽ ജനിച്ച ബുദ്ധൻ, മറ്റേത് പിന്നെ ബീഹാറിലുള്ള ബുദ്ധൻ. ആ അതെ. നാഥ് ടെമ്പിൾ. In between 2 trees, red brick stupa. Okay. So that structure name is the Dhammik stupa. Because when Lord Buddha came in Sarnath, that time holy were covered with that time forest area. Buddha paid that total forest area, and on that place is a people tree.